അത് അവരുടെ അവകാശം, അവരത് പറയും. ഇത് ചെയ്യുന്ന ഒരു പക്ഷത്ത് അവരുടെ അവകാശമുണ്ട്, അവരത് ചെയ്യും അല്ലേ. ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത്. അത്രയേ ഉള്ളൂ. വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത്. അത് വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് കൊടി പിടിച്ചു ഒരു സ്ത്രീ വന്നു, ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ജനങ്ങളും കുറേ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അപ്പോഴും അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ മറവിലാക്കിക്കളയും, മറവിയിലേക്ക് ആഴ്ത്തിക്കളയും. ഏതാ പിന്നെ മറ്റൊരു ഒറ്റ കാര്യം, അതായത് ഇവിടെ ശശി തരൂര് പൊതുവെ ഇപ്പോൾ കേന്ദ്ര ഒരു മിനിറ്റ്, ഇവിടെ അങ്ങയോടൊപ്പം സഹപ്രവർത്തനായ ഒരു MP ആണ് ശശി തരൂര്. ഒരു BJP-യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ലിബർട്ടിയാണ് അല്ലേ. ഡിക്ക് എങ്ങനെയുണ്ടായത് അതും പലരും വിമർശിച്ചു. പക്ഷേ ഡിക്ക് രൂപീകരിച്ചു, അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് അദ്ദേഹം തീരുമാനിക്കണ്ടേ. ഞാൻ അതിൻ്റെ ഒരു കറ്റാലിസ്റ്റ് ആവാൻ പാടില്ലല്ലോ. പൊതുവെ ആളൊരു ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് അതല്ലായിരുന്നു എന്നും അതിനകത്ത് വ്യംഗ്യമുണ്ടല്ലേ. അല്ല, നല്ല കാര്യം, മാറ്റമല്ല, അത് അനിവാര്യമായ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആ വ്യതിയാനം ഉണ്ടാവണമെന്ന നിശ്ചയത്തോടെ ഉള്ള മാറ്റമാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് ലൈൻ വിടണമെന്നുള്ള സൂചന കൂടി അത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തോട് കോൺഗ്രസിനുള്ളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിട്ടോളൂ എന്ന് പറയുന്ന സൂചന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. ഈ ഭാരതാംബ വിഷയത്തിൽ പൊതുവെ അതിനൊരു വർഗീയ സ്വഭാവം നൽകാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അല്ല, അവർ ശ്രമിച്ചോട്ടെ, ജനങ്ങൾക്കറിയാമല്ലോ. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? 71 മുമ്പുള്ളതാണോ 47 മുമ്പുള്ളതാണോ? 77 അല്ല, 71. ഏതാ? നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? നിങ്ങളുമൊക്കെ ഭാരതീയരല്ലേ, നിങ്ങളുമൊക്കെ ദേശസ്നേഹം തുളുമ്പുന്ന ആൾക്കാരല്ലേ? ആണോ? അല്ല, എന്നോട് ഇങ്ങോട്ട് ചില സംശയങ്ങൾ ചോദിക്കുന്ന പോലെ ഞാനൊരു സംശയം ചോദിച്ചു, അത്രയേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ്. ഇതിലാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് എനിക്ക് അതിനോട് യോജിപ്പില്ല. അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലെന്ന് മാത്രമല്ല, ഭയങ്കര എതിർപ്പുമുണ്ട്. എന്തുകൊണ്ടാ അന്വേഷിക്കണം. ഓരോ പെൻഷനുകൾ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ച് വീമ്പിളക്കി നടക്കുക. ഞങ്ങളുടെ കാലത്ത്, അവരുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു. അത് കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ 2 വർഷത്തേക്ക് വന്ന് കയറുന്ന ആർക്കൊക്കെയോ ഒരുപാട് ആനുകൂല്യങ്ങൾ, വലിയ ശമ്പളങ്ങൾ, അത് തെറ്റാണ്. ശമ്പളം കൊടുത്തോട്ടെ, ജോലി ചെയ്യുന്നുണ്ടാവും, ശമ്പളം കൊടുത്തോട്ടെ. പക്ഷെ മറ്റ് ആനുകൂല്യങ്ങൾ ബാൻ ചെയ്യണം. 3 വർഷം വരെ പണിതവർക്ക് വരെ അടുത്ത ആജീവനാന്ത പെൻഷൻ കൊടുക്കുകയാണ്. അന്തിച്ചർച്ചയ്ക്ക് വിളിക്കാൻ പറ. ഒരാഴ്ച തിമിർത്താട്.